ആ ഇരിക്കെ. സച്ചി ഇങ്ങനെ വിഷമിക്കണ്ട. സന്ദീപിന് അങ്ങനെ നിങ്ങളെ വിട്ടുപോകാൻ കഴിയുമോ? എന്തെങ്കിലും ഒരു ചിന്തയുടെ പേരില് എടുത്തു ചാടി കാണിച്ചൊരു പ്രവൃത്തിയായിട്ട് മാത്രം ഇതിനെ കണ്ടാ മതി. അല്ലാതെ സച്ചിയും കുടുംബത്തെയൊക്കെ ചതിച്ചിട്ട് സന്ദീപ് എങ്ങോട്ട് പോവാനാ? സന്ദീപ് തിരിച്ചു വരും. ചേട്ടനും അനിയനും ആയിരുന്നില്ല ഞങ്ങള്, നല്ല കൂട്ടുകാരായിരുന്നു. ഒരു മറിയുമില്ലാതെ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാവുന്ന നല്ല സുഹൃത്തുക്കള്. എന്നിട്ടും ഒരു വാക്കുപോലും എന്നോട് പറയാതെ അവൻ അവന്തികയുടെ കൂടെ പോയി. നഷ്ടപ്പെട്ട സ്വത്തുക്കളെല്ലാം തിരിച്ചു പിടിക്കാൻ ഇത്രയും കാലം ഞാൻ അവർക്കെതിരെ കേസ് നടത്തിയത് പിന്നെ എന്തിനാ? ഇനി ആർക്കു വേണ്ടി ഞാൻ ഈ കേസിന്റെ പിന്നാലെ പോണം? എല്ലാം ഇവിടെ കളഞ്ഞേക്കാം. ആരുടെ കൂടെ പോയി അവൻ ജോലി ചെയ്താലും എനിക്കൊരു വിഷമവുമില്ല. പക്ഷെ അവന്തിക, അവളുടെ ഉദ്ദേശം അവന് ജോലി കൊടുത്ത് അവനൊരു നല്ല ഭാവി ഉണ്ടാക്കി കൊടുക്കുകയോ അവനെ സന്തോഷിപ്പിക്കുകയോ അല്ലെന്ന് എനിക്കറിയാം. പക വീട്ടുകയാണ് അവള്. സേതുമാധവന്റെ മകനെ ജോലിക്കാരിയാക്കി വെച്ചാ മറ്റുള്ളവരുടെ മുമ്പില് അവളല്ലേ ജയിക്കുന്നേ? നെല്ലിശ്ശേരി സേതുമാധവന്റെ മകൻ അവളുടെ അടിമ. അതിനേക്കാൾ വലിയ അപമാനം വേറെന്തുണ്ട്? ഇനിയും ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? അവൻ എങ്ങനെ തോന്നി അവന്തിയോടൊപ്പം പോയി ചേരാൻ? സംഭവിച്ചതിനെ കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഇനി വരാനുള്ളതിനെ നേരിടാനുള്ള ശക്തി സംഭരിച്ചാ മതി. സച്ചി, കൈപിടിച്ച് കൂട് നടത്തി വളർത്തിക്കൊണ്ടുവന്ന സ്വന്തം അനുജൻ ശത്രുപക്ഷത്ത് ചേർന്ന് നിൽക്കുമ്പോ ഈ തകർച്ച ആർക്കും ഉണ്ടാവും. ഇവിടെ തോറ്റുപോവല്ല വേണ്ടത്. കുറച്ചു ദിവസം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ, അതിനപ്പുറത്തേക്കൊന്നും പിണങ്ങിയിരിക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ആവില്ല. രക്തബന്ധത്തിന്റെ ശക്തി നിങ്ങളുടെ എല്ലാ പിണക്കങ്ങളെയും മാറ്റും. ഒരുപക്ഷെ ഇതിങ്ങനെ സംഭവിച്ചത് എന്തെങ്കിലും ഒരു നന്മയ്ക്ക് വേണ്ടിയാണെങ്കിലോ? അങ്ങനെ കരുതിയാ മതി. അങ്ങനൊന്നും ചിന്തിക്കാൻ ഇപ്പോ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ആകെ തളർന്നുപോയി. ഈ തകർച്ചെന്ന് കരകയറാൻ എനിക്ക് ഇനിയും സമയമെടുക്കും.